ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ഡിജിറ്റൽ യുദ്ധക്കളങ്ങളിൽ കഴിഞ്ഞ ഒരു പതിറ്റാണ്ടിലധികം കാലം വലിയ സ്വാധീനം ചെലുത്തിയൊരു നേതാവ്, BJPയുടെ IT സെല്ലിൻ്റെ അമരത്തിരുന്നവൻ, അവിടെ ഏറ്റവും അധികം വ്യാജ പ്രചരണങ്ങളും കള്ളമായ സംഭവങ്ങളുമെല്ലാം പ്രചരിപ്പിച്ച് BJP മുന്നിൽ ഒരാൾ അമിത് മാളവ്യ BJP IT സെല്ലിൻ്റെ അമരത്ത് നിന്നതാ പടിയിറങ്ങുകയാണ്. അങ്ങനെ പടിയിറങ്ങുമ്പോൾ അതൊരു വലിയ വഴിത്തിരിവായിട്ടാണ് രാഷ്ട്രീയ നിരീക്ഷകരെല്ലാം വിലയിരുത്തുന്നത്. നരേന്ദ്രമോദിയുടെ ഡിജിറ്റൽ സാമ്രാജ്യത്തിൻ്റെ മുഖ്യ ശില്പികളിൽ ഒരാളായ അദ്ദേഹത്തിൻ്റെ വിടവാങ്ങൽ പാർട്ടിയുടെ പ്രചരണ ശൈലിയിൽ ഉണ്ടാക്കാൻ പോകുന്ന വലിയ മാറ്റങ്ങളെക്കുറിച്ചുള്ള ചർച്ചകളാണ് ഇപ്പോൾ തുടക്കമിട്ടിരിക്കുന്നത്. കഴിഞ്ഞ 10 വർഷമായി BJPയുടെ ഡിജിറ്റൽ സംവിധാനങ്ങൾക്കെല്ലാം ചുക്കാൻ പിടിച്ചത് അമിത് മാളവ്യയായിരുന്നു. ഒരു കോർപ്പറേറ്റ് ബാങ്കിംഗ് പശ്ചാത്തലത്തിൽ നിന്നും രാഷ്ട്രീയ രംഗത്തേക്ക് എത്തിയ അദ്ദേഹം പിന്നീട് തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങളെ ഡാറ്റാധിഷ്ഠവും അതുപോലെ ആസൂത്രിതമായൊരു ഡിജിറ്റൽ യുദ്ധക്കളമാക്കി മാറ്റുകയായിരുന്നു. മുഖ്യധാരാ മാധ്യമങ്ങളുടെ എഡിറ്റോറിയൽ പരിശോധനകളെയും നിരീക്ഷണങ്ങളെയും വരെ പൂർണ്ണമായും മറികടന്ന് പാർട്ടി ഉദ്ദേശിക്കുന്ന രാഷ്ട്രീയ നിലപാടുകൾ നേരിട്ട് വോട്ടർമാരുടെ ഫോണിലേക്ക് എത്തിക്കാനുള്ള വിപ്ലവകരമായ മാറ്റത്തിനാണ് അദ്ദേഹം തുടക്കമിട്ടത്. BJPയുടെ IT സെല്ലിനെ രാജ്യത്തെ ഏറ്റവും ശക്തമായ ഡിജിറ്റൽ നെറ്റ്വർക്കുകളിൽ ഒന്നാക്കി മാറ്റിയത് മാളവ്യയുടെ മേൽനോട്ടത്തിലായിരുന്നു. രാജ്യത്തുടനീളം ബൂത്ത് തലം വരെ നീളുന്ന ഏകദേശം 50 ലക്ഷത്തിലധികം വാട്സപ്പ് ഗ്രൂപ്പുകളുടെ ഭീമാകാരമായ ശൃംഖലയാണ് അദ്ദേഹം സൃഷ്ടിച്ചെടുത്തത്. ഇതിനൊപ്പം തന്നെ ലക്ഷക്കണക്കിന് സോഷ്യൽ മീഡിയ വോളണ്ടിയർമാരെയും അഹോരാത്രം അയാൾ പ്രവർത്തിപ്പിക്കാൻ ശ്രമിച്ചു. പാർട്ടി ആസ്ഥാനത്തെ കൺട്രോൾ റൂമിൽ തയ്യാറാക്കുന്ന ഓരോ രാഷ്ട്രീയ സന്ദേശവും അതുപോലെ ആഖ്യാനവും മിനിറ്റുകൾക്കുള്ളിലാണ് കോടിക്കണക്കിന് വോട്ടർമാരുടെ വിരൽത്തുമ്പിലേക്ക് ഒരേ സമയം എത്തിച്ചേർന്നത്. അത് എല്ലാ സോഷ്യൽ മീഡിയ ഹാൻഡിലുകളുടെയും എത്തിച്ചുകൊണ്ടേയിരുന്നു. വോട്ടർമാരെ അവരുടെ പ്രായം, പ്രദേശം, ജാതി, തൊഴിൽ, രാഷ്ട്രീയ മുൻഗണനകൾ എന്നിവയുടെ അടിസ്ഥാനത്തിൽ തരംതിരിച്ചുകൊണ്ട് ഓരോ ഗ്രൂപ്പിനും അനുയോജ്യമായ പ്രത്യേക ഉള്ളടക്കങ്ങൾ നിർമ്മിച്ചുകൊണ്ട് നൽകുന്ന രീതിയും അദ്ദേഹം അതിവിദഗ്ധമായി നടപ്പിലാക്കുകയും ചെയ്തു. വോട്ടർമാരുടെ ചിന്തകളെ കൃത്യമായി സ്വാധീനിക്കാൻ BJP സഹായിച്ചത് ഈ സാങ്കേതിക മുന്നേറ്റം കൂടിയായിരുന്നു. എന്നാൽ ഈ അത്യാധുനിക സംവിധാനം കേവലം പാർട്ടിയുടെ നേട്ടങ്ങൾ പ്രചരിപ്പിക്കാൻ മാത്രമല്ല ഉപയോഗിക്കപ്പെട്ടത് എന്നുള്ള വിമർശനം തുടക്കം മുതലേ ശക്തമായിരുന്നു. രാഷ്ട്രീയ എതിരാളികളെ വ്യക്തിഹത്യ നടത്താനും ഏകപക്ഷീയമായ രാഷ്ട്രീയ ആഖ്യാനങ്ങൾ അടിച്ചേൽപ്പിക്കാനും ഈ ഡിജിറ്റൽ നെറ്റ്വർക്ക് വ്യാപകമായി ഉപയോഗിക്കപ്പെട്ടു. ഇന്ത്യയിലെ സ്വതന്ത്ര ഫാക്ട് ചെക്കിംഗ് പോർട്ടലുകൾ പോലും ഏറ്റവും കൂടുതൽ ഇടപെടേണ്ടി വന്നത് അമിത് മാളവ്യ പങ്കുവച്ച പോസ്റ്റുകളിലായിരുന്നു. പല സന്ദർഭങ്ങളിലും പ്രതിപക്ഷ നേതാക്കളുടെ വ്യാജവും എഡിറ്റ് ചെയ്തതുമായ വീഡിയോകൾ BJP തന്ത്രങ്ങളുടെ ഭാഗമായി പ്രചരിപ്പിക്കപ്പെട്ടു. രാഹുൽ ഗാന്ധിയും മറ്റു പ്രതിപക്ഷ നേതാക്കളുടെയും പ്രസംഗങ്ങളിൽ നിന്നും സന്ദർഭത്തിന് വിരുദ്ധമായ ഭാഗങ്ങൾ മാത്രം മുറിച്ചെടുത്ത് അത് പ്രചരിപ്പിച്ച് അവരെ പരിഹാസ്യരാക്കാൻ ശ്രമിച്ചുവെന്ന ആക്ഷേപം നിരന്തരം മാളവ്യക്കെതിരെ ഉയർന്നു വന്നുകൊണ്ടേയിരുന്നു, അല്ലെങ്കിൽ ഉന്നയിക്കപ്പെട്ടുകൊണ്ടേയിരുന്നു. ഏറ്റവും വലിയ തിരിച്ചടി ഉണ്ടായത് കർഷക സമരകാലത്താണ്. സമരം ചെയ്ത കർഷകർ നേരെ പോലീസ് ലാത്തി വീശുന്ന ആ ദൃശ്യം അത് പങ്കുവെച്ചുകൊണ്ട് മാളവ്യ നടത്തിയ പ്രചരണം യഥാർത്ഥ വസ്തുക്കളെ പൂർണ്ണമായും വളച്ചൊടിച്ചതാണെന്ന് പിന്നീട് കണ്ടെത്തി. ഇതിനെ തുടർന്ന് അന്താരാഷ്ട്ര സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ X ചരിത്രത്തിലാദ്യമായി ഒരു ഇന്ത്യൻ നേതാവിൻ്റെ പോസ്റ്റിന് മാനിപ്പുലേറ്റഡ് മീഡിയ എന്നുള്ള ലേബൽ ഔദ്യോഗികമായി പതിപ്പിച്ചു നൽകി. അതായത് വ്യാജ പ്രചരണമാണെന്ന് ഔദ്യോഗികമായി ലേബൽ തന്നെ നൽകി. ചരിത്രത്തെ വളച്ചൊടിച്ചും തെറ്റായി വ്യാഖ്യാനിച്ചുമുള്ള ആഖ്യാനങ്ങൾ BJP പ്രചരണങ്ങളുടെ മുഖമുദ്രയായി മാറിയപ്പോൾ അതിന് ചുക്കാൻ പിടിച്ചത് അമിത് മാളവ്യയായിരുന്നു. ജവഹർലാൽ നെഹ്റുവിൻ്റെ വ്യക്തിജീവിതത്തെ അപകീർത്തിപ്പെടുത്താനായി വിവിധ വനിതകളോടൊപ്പം നിൽക്കുന്ന ചിത്രങ്ങൾ ദുരുദ്ദേശപരമായി പ്രചരിപ്പിച്ചതും ക്വിറ്റ് ഇന്ത്യ സമരത്തിൽ ഹിന്ദുത്വ സംഘടനകൾ വഹിച്ചിട്ടുള്ള പങ്കിനെ ഉയർത്തിക്കാട്ടാൻ അപൂർണമായ ചരിത്രരേഖകൾ ഉപയോഗിച്ചതും വലിയ വിവാദങ്ങൾക്കാണ് വഴിവെച്ചത്. ഇതിനെല്ലാം ഉപരി പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ ഷഹീൻ ബാഗ് പ്രക്ഷോഭം, JNU സമരം, കോവിഡ് കാലത്തെ തബ്ലീഗ് ജമാഅത്ത് വിവാദം എന്നിവയിലൊക്കെ IT സെൽ നടത്തിയ പ്രചരണങ്ങൾ സാമുദായിക ധ്രുവീകരണത്തിന് വലിയ ആക്കം കൂട്ടിയതായും വിലയിരുത്തപ്പെട്ടിരുന്നു. സമരക്കാരെ രാജ്യവിരുദ്ധരെന്നും തുക്കടെ ഗ്യാങ് എന്നും മുദ്രകുത്തി പൊതുസമൂഹത്തിൽ അവർക്ക് നേരെ അവിശ്വാസവും വിദ്വേഷവും പടർത്താൻ IT സെല്ലിൻ്റെ ഔദ്യോഗികവും അനൗദ്യോഗികവുമായ അക്കൗണ്ടുകൾ മുൻപന്തിയിൽ തന്നെ ഉണ്ടായിരുന്നു. രാഷ്ട്രീയ എതിരാളികൾക്കെതിരെ നടത്തിയ പരാമർശങ്ങളുടെ പേരിൽ കർണാടകയിലും പശ്ചിമ ബംഗാളിലും ഉൾപ്പെടെ നിരവധി സംസ്ഥാനങ്ങളിൽ മാളവ്യ നിയമ നടപടികൾ നേരിട്ടു. മെറ്റ, ഗൂഗിൾ തുടങ്ങിയ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിൽ കോടിക്കണക്കിന് രൂപയുടെ പരസ്യങ്ങൾ നൽകിക്കൊണ്ട് വോട്ടർമാരെ മൈക്രോ ടാർഗറ്റിംഗ് ചെയ്യുന്ന അത്യാധുനിക സംവിധാനം BJPക്ക് ഉണ്ടാക്കി കൊടുത്തെങ്കിലും പ്രതിപക്ഷത്തിൻ്റെ ശക്തമായ ഫാക്ട് ചെക്കിംഗ് പ്രതിരോധവും സോഷ്യൽ മീഡിയയിലെ അക്രമാത്മകമായ ശൈലി BJPക്ക് വരുത്തിവെച്ച പ്രതിച്ഛായ നഷ്ടവും മാളവ്യയ്ക്ക് വലിയ തിരിച്ചടിയുമായി. BJP നേതൃത്വം പുതിയ ശൈലി തേടുന്നതിൻ്റെ ഭാഗമായാണ് ദീപക് മസ്കയെ ചുമതല ഏൽപ്പിച്ചിരിക്കുന്നത്. ഇതൊരു പുതിയ കാലഘട്ടത്തിൻ്റെ തുടക്കമാണ്. കേന്ദ്ര മന്ത്രിസഭാ പുനഃസംഘടന കൂടി നടക്കുമ്പോൾ പരമ്പരാഗത ആഖ്യാന രീതികളിൽ നിന്നും മാറി ഭരണ നേട്ടങ്ങളും വികസനത്തിനും ഊന്നൽ നൽകുന്ന ഒരു പുതിയ രാഷ്ട്രീയ ശൈലിയിലേക്ക് BJP ചുവടുമാറുകയാണെന്ന് കൂടി കരുതേണ്ടി വരും. രാഷ്ട്രീയ തന്ത്രങ്ങളുടെ
പരമോന്നത കേന്ദ്രമായ IT സെല്ലിൽ നിന്ന് മാളവ്യ പടിയിറങ്ങുമ്പോൾ മോദിക്കും BJPക്കും സംഭവിക്കുന്നത് പരിഹരിക്കാത്തൊരു നഷ്ടം തന്നെയാണ്. 10 വർഷം കൊണ്ട് മാളവ്യ സൃഷ്ടിച്ചെടുത്ത ഈ നെറ്റ്വർക്കിന് പകരക്കാരനാകാൻ പുതിയ നേതൃത്വത്തിന് സാധിക്കുമോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. മെറ്റ, ഗൂഗിൾ തുടങ്ങിയ ഡിജിറ്റൽ ലോകത്തെ വമ്പന്മാരെ ഉപയോഗിച്ച് BJP നടപ്പിലാക്കിയ തന്ത്രങ്ങളെല്ലാം ഇനി പഴയതുപോലെ ഫലപ്രദമാകുമോ എന്നുള്ള ചോദ്യവും ഉണ്ടാകുന്നുണ്ട്. ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ഡിജിറ്റൽ അപവാദ പ്രചരണങ്ങളുടെയും സൈബർ ധ്രുവീകരണത്തിൻ്റെയും മായാത്ത മുദ്രകൾ അവശേഷിപ്പിച്ച അമിത് മാളവ്യ പടിയിറങ്ങുമ്പോൾ BJPയുടെ ഡിജിറ്റൽ സാമ്രാജ്യത്തിൻ്റെ ഭാവി എന്താകുമെന്ന് കാത്തിരുന്ന് കാണേണ്ടിയിരിക്കുന്നു. ഒരധ്യായം അവസാനിക്കുകയാണ്. ഒരുപക്ഷെ പുതിയൊരു ഡിജിറ്റൽ യുഗത്തിന് തുടക്കം കുറിച്ചുകൊണ്ട് മാളവ്യയുടെ ഈ പടിയിറക്കം വലിയ ചർച്ചകൾക്കാണ് ഇപ്പോൾ വഴിവെച്ചിരിക്കുന്നത്. കാരണം ഏറ്റവും അധികം നുണകൾ പ്രചരിപ്പിച്ച BJPയുടെ IT സെല്ലിൻ്റെ അമരക്കാരനാണ് ഇപ്പോഴത്തെ പടിയിറങ്ങുന്നത്. അതുകൊണ്ട് തന്നെ ഭരണകൂടത്തിൻ്റെ IT സെല്ലിനെ പ്രതിരോധത്തിൽ കൂടി ആക്കിയിരിക്കുകയാണ്. കഴിഞ്ഞ 10 വർഷത്തിലധികമായി പ്രതിപക്ഷത്തിൻ്റെ സൈബർ പോരാളികളെല്ലാം കൂടുതൽ സജീവമാകുന്ന കാലഘട്ടമാണ് ഇപ്പോൾ ഇതാ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. കാരണം ഒരുപക്ഷെ BJP 10 പോസ്റ്റ് ഇറക്കുമ്പോൾ അതിന് വിപരീതമായി അതിനെല്ലാം തകർത്ത് കളഞ്ഞുകൊണ്ട് പ്രതിപക്ഷ പാർട്ടികൾ ഇറക്കുന്ന 5-6 പോസ്റ്റുകൾ ഒരുപക്ഷെ വലിയ പ്രചാരമാണ് നേടിക്കൊടുത്തത്. അങ്ങനെ വലിയ തരത്തിൽ ഇത് ചർച്ചയാക്കുകയും ചെയ്തു. ഈ പറഞ്ഞ അമിത് മാളവ്യയുടെ പോസ്റ്ററുകളെല്ലാം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് പലതും ചീറ്റിപ്പോകുന്ന സാഹചര്യമുണ്ടായി. അങ്ങനെ കോൺഗ്രസ് വീണ്ടും 100 സീറ്റുകൾ പിടിക്കുന്ന അവസ്ഥ വരെ ഉണ്ടായി. ഈ മാറ്റങ്ങളെല്ലാം കോൺഗ്രസ് അണികളും അതുകൊണ്ട് തന്നെ വളരെ ആകാംക്ഷയോടെ തന്നെയാണ് നോക്കിക്കാണുന്നത്. വലിയ തരത്തിലുള്ള ചർച്ചകളും അത് ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യുന്നുണ്ട്. കാരണം അമിത് മാളവ്യയെ പോലൊരാൾ പടിയിറങ്ങുകയും ദീപക് മസ്കെ വരവുകയും കൂടിയാവുമ്പോൾ BJPയുടെ ഡിജിറ്റൽ അജണ്ടകളിൽ വലിയ മാറ്റങ്ങൾ വരുത്തുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കോൺഗ്രസും തങ്ങളുടെ സൈബർ പോരാട്ടങ്ങൾ കൂടുതൽ ശക്തമാക്കാൻ കൂടി ഒരുങ്ങുകയാണ്. ഇത് ദേശീയ രാഷ്ട്രീയത്തിലും വലിയ രീതിയിലുള്ള മാറ്റങ്ങൾക്ക് തുടക്കമാകുമെന്നാണ് പറയപ്പെടുന്നത്. വോട്ടർമാർ ഇപ്പോൾ കൂടുതൽ ജാഗരൂകരാണ്. വ്യാജ വാർത്തകളും തെറ്റിദ്ധാരണ പരത്തുന്ന പ്രചരണങ്ങളും തിരിച്ചറിയാൻ അവർക്കിന്ന് കൂടുതൽ മാർഗങ്ങളുമുണ്ട്. സോഷ്യൽ മീഡിയയിലെ ഓരോ പോസ്റ്റും പരിശോധിക്കുന്ന ഫാക്ട് ചെക്കിംഗ് പോർട്ടലുകൾ ഇന്ന് അതീവ സജീവമാണ്. അമിത് മാളവ്യയുടെ നേതൃത്വത്തിൽ BJP പരീക്ഷിച്ച ആഖ്യാന രീതികൾക്ക് വോട്ടർമാരുടെ മുന്നിൽ ഇപ്പോൾ പഴയതുപോലെ വലിയ പ്രഭാവമൊന്നുമില്ല. ഇത് മനസ്സിലാക്കി തന്നെയാണ് BJP തങ്ങളുടെ ശൈലി മാറ്റാൻ നിർബന്ധിതരായിരിക്കുന്നത്. വികസനത്തിനും ഭരണ നേട്ടങ്ങൾക്കും മുൻഗണന നൽകുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയായി സ്വയം ബ്രാൻഡ് ചെയ്യാനാണ് ഇപ്പോൾ അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ മാറ്റം എത്രത്തോളം വിജയിക്കുമെന്നുള്ളതാണ് ഇനി കണ്ടറിയാനുള്ളത്.